ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് വ്ലോഗ്സ്. നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരു റീടച്ചിങ് വീഡിയോ ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ഇഷ്ടം പോലെ റീടച്ചിങ് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കൊടുത്തേക്കാം. അതുപോലെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഡോഡ്ജ് ആൻഡ് ബേൺ ആണ്. ഡോഡ്ജ് ആൻഡ് ബേൺ കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഫോട്ടോ കുറച്ചും കൂടെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫോട്ടോഷോപ്പിൽ ഡോഡ്ജ് ആൻഡ് ബേണിന് പല മെത്തേഡ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ന് കർവ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോർമലി ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യുന്നത് പോർട്രേറ്റ്സിലാണ്. ഞാൻ കൂടുതലും കുട്ടികളുടെ ഫോട്ടോസ് എടുക്കുന്നതുകൊണ്ട് കൂടുതലും പോർട്രേറ്റ്സിലാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഡോഡ്ജ് ആൻഡ് ബേൺ പോർട്രേറ്റ്സിൽ മാത്രമല്ല വേറെയും ഫോട്ടോസിൽ നമുക്ക് യൂസ് ചെയ്യാം. മീൻസ് ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആവും. ബേർഡ്സോ അനിമൽസോ എന്തായാലും ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്താൽ ബെറ്റർ ആവും. ഞാനിപ്പോൾ ഒരു ഷാസ് ജങ്ക് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം ID കാണിക്കാം. ഓക്കെ, പുള്ളിയുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോസ് എല്ലാം എനിക്ക് തോന്നുന്നു ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ഫോട്ടോസും നല്ല കിടു ഫോട്ടോസാണ്. ഷാസ് ജങ്ക് അതുകൊണ്ടോ ഈ ടൈഗറിൻ്റെയൊക്കെ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ പോയാൽ അത് സൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഈ ഫോട്ടോസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇൻസ്റ്റഗ്രാം നല്ല ഫോട്ടോഗ്രാഫേഴ്സിന് പറ്റിയൊരു ഇല്ലാത്ത ആൾക്കാർക്ക് കേട്ടോ, ഫോട്ടോഗ്രാഫേഴ്സിന് പറ്റിയ ഒരു ആപ്പാണ്. ഫേസ്ബുക്കിനെക്കാട്ടും ബെറ്റർ ആണെന്ന് പറയാം. നിങ്ങളുടെ ഫോട്ടോസ് വേറെ ഫോട്ടോഗ്രാഫേഴ്സിനെ ഫോളോ ചെയ്യാം, അവരെടുക്കുന്ന ഫോട്ടോസ് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഷാസ് ജങ്കിൻ്റെ ഫോട്ടോസ് ചെക്ക് ചെയ്യുക, എല്ലാം കിടു ഫോട്ടോസാണ്. മീൻസ് ബേസിക്കലി പുള്ളി ഇത് മാത്രമാണ് ചെയ്യുന്നത്. ഈ ഫോട്ടോ വളരെ ഫേമസ് ആയൊരു ഫോട്ടോയാണ് അദ്ദേഹത്തിൻ്റെ. ഒരു ബ്ലാക്ക് ക്യാറ്റും അതുപോലെ ഒരു ലെപ്പേർഡും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ. നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ഡോഡ്ജ് ആൻഡ് ബേൺ ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാ ഫോട്ടോസിലും. അതൊരു വലുതായിട്ട് പുറത്തറിയിക്കാതെ, ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കാതെയാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ഇന്ന് ആക്ച്വലി നന്ദകിഷോർ നമുക്ക് ക്രിട്ടിക് റിവ്യൂവിന് അയച്ചു ഫോട്ടോയാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ അന്നും നന്ദകിഷോറിനോട് പറഞ്ഞിരുന്നു തോന്നുന്നു ഈ ക്രിട്ടിക് റിവ്യൂ ചെയ്തപ്പോൾ ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആകുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫോട്ടോഷോപ്പിൻ്റെ ബേസിക്സൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫോട്ടോഷോപ്പ് ബേസിക്സൊക്കെ അറിയാവുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വീഡിയോയാണ്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ബേസിക്സ് ഒന്ന് നോക്കുക. അതുപോലെ ഫോണിൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മീൻസ് നമുക്ക് ആ ഒരു ഡോഡ്ജ് ആൻഡ് ബേണിൻ്റെ പ്രിസിഷൻ കിട്ടത്തില്ല. പക്ഷേ നമുക്ക് സ്നാപ്സീഡ് മുതലായ സോഫ്റ്റ്വെയറിൽ ഡോഡ്ജ് ആൻഡ് ബേണിൻ്റെ ഓപ്ഷനുണ്ട് ആപ്പിൽ. പക്ഷേ നമ്മളത് ഫിംഗർ കൊണ്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്രിസിഷൻ കിട്ടുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാനിപ്പം ചെയ്യുന്നത് എൻ്റേത് പെൻ ടാബ്ലറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഡോഡ്ജ് ആൻഡ് ബേണൊക്കെ. ബേസിക്കലി ഫോട്ടോഷോപ്പ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ പെൻ ടാബ്ലറ്റ് യൂസ് ചെയ്യാറുണ്ട്. ലൈറ്റ് റൂം ആണെങ്കിലും നമുക്ക് മൗസിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ നിങ്ങൾ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലെങ്കിൽ പെൻ ടാബ്ലറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു അത്യാവശ്യം നല്ലൊരു പെൻ ടാബ്ലറ്റിന് വലിയ വിലയൊന്നുമില്ല. 3000 4000 നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെൻ ടാബ്ലറ്റ് കിട്ടും. എൻ്റെ പെൻ ടാബ്ലറ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു 5000 6000 റേഞ്ചിൽ വരുന്നൊരു പെൻ ടാബ്ലറ്റാണ്. വർഷങ്ങളായി. ഇത് പെട്ടെന്ന് കേടാകുന്നൊരു സംഭവമല്ല. എത്രയോ വർഷങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കിടക്കാം. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുകയാണ്, ലെയർ. എന്നിട്ട് ഈ ലെയറിൽ എനിക്ക് ഈ ടൈം സ്റ്റാമ്പ് ഒന്ന് മാറ്റണം. അത് ജസ്റ്റൊരു നമുക്ക് ചെയ്യാവുന്നത് ടൈം സ്റ്റാമ്പ് ഒന്ന് സെലക്ട് ചെയ്യാം. ഞാൻ വലുതായിട്ടൊന്നും എഡിറ്റ് ചെയ്യുന്നില്ല കേട്ടോ ഈ കാര്യങ്ങളൊന്നും. നമ്മൾ ബേസിക്കലി ഡോഡ്ജ് ആൻഡ് ബേണിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എഡിറ്റിൽ പോയി കണ്ടൻറ്റ് എവർ ഫില്ല് കൊടുത്താൽ മാത്രം മതി, ഓട്ടോമാറ്റിക്കലി ഫില്ലായിക്കോളും. വലിയ കുഴപ്പമില്ലാതെ ഫില്ലായിട്ടുണ്ട്. ഇവിടെ നിന്ന് സെലക്ട് ചെയ്യേണ്ടെന്ന് ഫോട്ടോഷോപ്പിനോട് പറഞ്ഞു കൊടുക്കുക. ഇത് പുതിയ ഫോട്ടോഷോപ്പാണ് കേട്ടോ, 2020. ഓക്കെ, അപ്പോൾ ആ പോർഷൻ ഫില്ലായി. നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം. ഇതാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഇനി നമുക്ക് ഡോഡ്ജ് ആൻഡ് ബേൺ ചെയ്യണമെങ്കിൽ രണ്ട് കർവ്സ് ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കർവ്സിൽ തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിന് മുൻപായിട്ട് ഈ ഡോഡ്ജ് ആൻഡ് ബേണിൻ്റെ വിസിബിലിറ്റി ഒന്ന് കൂട്ടാനായിട്ട് ഓക്കെ, ഞാൻ ഹ്യൂ സാച്ചുറേഷൻ ലെയർ വെച്ചിട്ട് നമ്മുടെ സാച്ചുറേഷൻ അങ്ങ് കുറച്ച് ഫുള്ളായിട്ട്, ഈ ലെയർ നമുക്ക് വേണ്ടതല്ല, പക്ഷേ ഇത് നമുക്ക് ചിത്രത്തിൽ നിന്ന് കളേഴ്സിനെ ഒന്ന് എടുത്ത് കളയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ കളേഴ്സിനെ ജസ്റ്റ് എടുത്ത് കളയുകയാണ്. അപ്പോൾ നമുക്ക് എവിടെയാണ് ഡോഡ്ജ് ചെയ്യേണ്ടത്, എവിടെയാണ് ബേൺ ചെയ്യേണ്ടത് എന്നുള്ള കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടും. അതിനുവേണ്ടിയാണ് ഈ ലെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഈ ലെയർ നമ്മൾ പിന്നീട് ഡിലീറ്റ് ചെയ്ത് കളയും. നമുക്കിനി ഒരു കർവ്സ് ലെയർ എടുക്കാം. ഓക്കെ, കർവ്സ് ലെയറിൽ നമുക്ക് ഹൈലൈറ്റ്സ് ജസ്റ്റ് ഒന്ന് കൂട്ടാം ഈ ഫോട്ടോയുടെ. അപ്പോൾ നമ്മളിപ്പോൾ ഹൈലൈറ്റ്സ് പോർഷനിലാണ് ഇച്ചിരി കൂടെ ബ്രൈറ്റ്നസ് കൂട്ടുന്നത്. എന്നിട്ട് നമുക്ക് ഒരു കർവാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ഗ്രാജുവലി ആ ഒരു ഡിഫറൻസ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഹൈലൈറ്റ്സ് എന്ന് വേണമെങ്കിൽ റീനെയിം ചെയ്യാം. നമുക്ക് ഷാഡോസിൻ്റെ ഒരു കർവ്സ് ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഷാഡോസ് കുറച്ചും കൂടെ
ഷാഡോസിലെ അളവ് നമ്മൾ ഇച്ചിരി കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഷാഡോസ് അതായത് ഡാർക്ക് പോർഷൻ കുറച്ചും കൂടെ ഡാർക്കാക്കി വൈറ്റ് പോർഷൻ കുറച്ചും കൂടെ വൈറ്റ് ആക്കി. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. അത് നമുക്ക് ഗ്രാജുവലായിട്ട് കുറച്ചുകൊണ്ട് വരാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ ലെയർ മാസ്ക് ഒന്ന് ഇൻവേർട്ട് ചെയ്യുകയാണ് രണ്ടിൻ്റെയും. ഇത് നമുക്ക് ഷാഡോസ് ഒന്ന് റീനെയിം ചെയ്യാം. അപ്പോൾ ഹൈലൈറ്റ്സും ഷാഡോസും നമ്മൾ രണ്ട് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തു. നമുക്ക് ഡോഡ്ജ് ആൻഡ് ബൺ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കാം, അതിനകത്തോട്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിയിലുള്ള ലെയറും ഇതുമായിട്ട് വലിയ വ്യത്യാസമില്ല. ഈ ലെയർ ഞാനിപ്പം ഇൻവിസിബിൾ ആക്കിയാൽ അല്ലെങ്കിൽ വിസിബിലിറ്റി കളഞ്ഞാൽ അടിയിലുള്ള ലെയർ നിങ്ങൾക്ക് കാണാം. പക്ഷേ വലിയ വ്യത്യാസം കാണുന്നില്ല, കാരണം രണ്ട് ലെയർ ഇപ്പോൾ സെയിം തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ലെയർ മാസ്കിൻ്റെ അടിയിൽ നമ്മൾ സാധനം ഒളിപ്പിച്ച് വെച്ചേക്കുവാണ് രണ്ടിൻ്റെയും. നമ്മൾ ഷാഡോസ് ഇപ്പം ബ്ലാക്ക്സ് ബ്ലാക്ക് ആക്കിയതും ഹൈലൈറ്റ്സ് കുറച്ചും കൂടെ കൂട്ടിയതും നമ്മളിപ്പോൾ ഈ ലെയർ മാസ്കിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചേക്കുവാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ബ്രഷ് എടുക്കുക. ബ്രഷിൻ്റെ ഫ്ലോ വേണമെങ്കിൽ കുറയ്ക്കാം. നമുക്ക് ആദ്യമായിട്ട് ഹൈലൈറ്റ്സ് ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാം. അതായത് നമുക്കിവിടെ ഓൾറെഡി വൈറ്റ് പോർഷൻസ് കാണാം, അതായത് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്നസ് ഉള്ള ഏരിയാസ്. നമ്മൾ അത് കുറച്ചും കൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് ഫ്ലോ ഒരു 50 ഒക്കെ ആക്കാൻ തോന്നും. നമ്മൾ കർവ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഫ്ലോ നമ്മൾ പോർട്രൈറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് കുറച്ചും കൂടെ 100% തന്നെ കിടക്കട്ടെ കേട്ടോ. പോർട്രൈറ്റ്സ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ നോക്കിയേ ചെയ്യത്തുള്ളൂ, ഫ്ലോ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും. പക്ഷേ ഇത് ഇച്ചിരി കൂടെ കാഷ്വലായിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വൈറ്റ് പോർഷൻസ് കുറച്ചും കൂടെ ഒന്ന് വൈറ്റ് ആക്കുകയാണ്. നമുക്ക് പിന്നീട് വേണമെങ്കിൽ നമ്മുടെ കർവ്സിൽ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കാൻ നമുക്ക് സാധിക്കും. ചെറിയൊരു സൗണ്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, അതായത് എൻ്റെ പെന്നിൻ്റെ വയർ ഇവിടെ തട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വൈറ്റ് പോർഷൻസ് കുറച്ചും കൂടെ വൈറ്റ് ആക്കിയാണ് ചിത്രം ഒന്ന് എടുത്ത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ബ്രൈറ്റ് ആവണമെന്ന് തോന്നുന്ന പോർഷൻസ് നമുക്ക് ആക്കാം. എനിക്ക് തോന്നുന്നു ഈ പോർഷനിലൊക്കെ ഇച്ചിരി കൂടെ എടുത്ത് കാണിക്കുവാണെങ്കിൽ ചിത്രം നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ഈ പോർഷനും കൂടെ ഒന്ന് ഈ കണ്ണിന് എനിക്കൊന്ന് സെപ്പറേറ്റ് ഒരു ലെയർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ കർവ്സ് ഇച്ചിരിയും കൂടെ ഒന്ന് ഹൈലൈറ്റ്സ് പിടിക്കുകയാണ്. ചെറിയൊരു മാറ്റമാണ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റത്തില്ല. അത് ഫൈനൽ ഫോട്ടോയിൽ നമുക്ക് സംഭവം കാണിച്ചു തരാം. ഒരു മാജിക്ക് പോലെയാണ് ഈ സംഭവം. ഏറ്റവും അവസാനമല്ല നമ്മൾ കാണിക്കത്തുള്ളൂ. വേറെ മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഒരു ഗ്രേ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും, ഡോട്ട് ജമ്പാണ്. പക്ഷെ നമ്മൾ ഇന്ന് കർവ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഫ്ലോ ഒന്ന് കുറയ്ക്കാം. ഓക്കെ, നമ്മളപ്പം നമ്മുടെ ക്രിട്ടിക്കൽ റിവ്യൂ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ നല്ലൊരു കോമ്പറ്റീഷനൊക്കെ അയക്കുവാണെങ്കിൽ ദൂരം ഒന്ന് ചെയ്യുവാണെങ്കിൽ ചിത്രം ഒന്ന് നെക്സ്റ്റ് ലെവലാവും അയക്കുന്ന ആൾക്കാരാണെങ്കിൽ. ജസ്റ്റ് വൈറ്റ് പോർഷൻ എവിടെയാണോ അതിൻ്റെ മേളിൽ കൂടെ ഒന്നും കൂടെ ബ്രൈറ്റ് ആക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഓവറോൾ ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടാൻ നോക്കാം. മിഡ് ടോൺസിനോടും കൂടെ നമ്മൾ ഇച്ചിരി കൂടെ ബ്രൈറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പർട്ടിക്കുലർ ഫോട്ടോയുടെ റിക്വയർമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. ഇവിടെ ഇച്ചിരി ഓവർലാപ്പിംഗ് വന്നിട്ടുണ്ട് നമ്മുടെ ബേർഡിൻ്റെ തലയുടെ മുകളിൽ. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാതെ ഒരു ഗ്ലോ പോലെ വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ബ്രഷ് ഇൻവേർട്ട് ചെയ്തിട്ട് ബ്ലാക്ക് കൊണ്ട് പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ആ പുറത്തുള്ള ഗ്ലോ അങ്ങ് പൊക്കോളും. ഇപ്പം നോക്കിയാൽ നമുക്ക് ബേർഡിൽ മാത്രമേ ഈ സംഭവം വന്നിട്ടുള്ളൂ. വീണ്ടും വൈറ്റ് കൊണ്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യാം. തലയുടെ പോർഷൻ ഒന്ന് ചാടിക്കാം. നമുക്കിത് പെൻ പ്രഷറൊക്കെ സെറ്റ് ചെയ്ത് കുറച്ചും കൂടെ കിടുവാക്കാൻ സാധിക്കും. എന്തായാലും പെൻ പ്രഷർ സെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് 50% ഗ്രേ ലെയറിൽ ചെയ്യുമ്പോഴാണ് അങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് ഹൈലൈറ്റ് ഇത്രയും ചെയ്താൽ മതി. ഇനി നമുക്ക് ഷാഡോസിലേക്ക് പോകാം. ബാക്കിയുള്ള പോർഷൻസ് ചെയ്യുന്നില്ല, നമ്മുടെ സബ്ജക്റ്റ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് ചെറുതായിട്ട് ചെയ്യാം. ഇവിടെയുള്ള ഹൈലൈറ്റ്സിലും കൂടെ നമുക്കൊന്ന് കൈ കൊടുക്കാം ചെറുതായിട്ട്. ഓക്കെ, ഞാനത്തെ പ്രിസൈസ് ആയിട്ടല്ല ഇപ്പോൾ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടുകയാണ്. ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഡോട്ട് ജമ്പാണ്. ഓക്കെ, ഇനി നമുക്ക് ഷാഡോസിൽ വരാം. ഷാഡോസ് നമുക്കൊന്ന് റിവീൽ ചെയ്യാം. അതായത് നമ്മുടെ ഡാർക്ക് പോർഷൻസിൽ നമ്മളൊന്നും കൂടെ പെയിൻറ്റ് ചെയ്താൽ മതി.
30% ഫ്ലോ ആക്കാം. ഷാഡോസ് ഇച്ചിരിയും കൂടെ ഡാർക്ക് സീനാണെന്ന് തോന്നുന്നു, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടെ ഫ്ലോ കുറയ്ക്കാം. 15%. അതുപോലെ നിങ്ങൾ എടുക്കുന്ന ബ്രഷ് ഒരു സ്മൂത്ത് ബ്രഷാണെന്ന് നിങ്ങൾ ഉറപ്പാക്കുക. ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ് റൗണ്ട് ബ്രഷ് എന്ന് പറഞ്ഞൊരു ബ്രഷുണ്ട്. അത് ഡിഫോൾട്ടായിട്ട് ഫോട്ടോഷോപ്പിലുള്ള ബ്രഷാണ്. അതെടുത്താലും നമുക്ക് ഇച്ചിരി നന്നായിട്ട് ചെയ്യാൻ പറ്റും. ചില ബ്രഷൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ബ്രഷ് യൂസ് ചെയ്താലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടത്തില്ല. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്യുന്നത് ഷാഡോ പോർഷൻസിൽ ഒന്നും കൂടെ ഷാഡോ കൊണ്ട് ബ്രഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബേർഡിൻ്റെ ബോഡിയിലൊന്ന് ചെയ്യാം. ഈ ബേണിങ് ഇച്ചിരി നമ്മൾ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ പണി കിട്ടും. കണ്ണിന് വേണ്ടി തന്നെ വേറൊരു സാധനം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, കണ്ണിന് വേണ്ടി ജസ്റ്റ് ഒരു എക്സ്ട്രാ ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു കർവ്സിൽ. ജസ്റ്റ് കണ്ണൊന്ന് ചാടിക്കാനായിട്ട് ലെയർ മാസ്ക് ഇൻവേർട്ട് ചെയ്യുന്നു. നമുക്ക് കണ്ണിലേക്ക് പോവാം. മതിയെന്ന് തോന്നുന്നു. ഫ്ലോയിന് ഇച്ചിരി കൂടെ കൂട്ടണം. 30. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം കാണാമല്ലോ. അതിൻ്റെ ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് ലെയറും കൂടെ ക്രിയേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ബ്ലാക്ക് ഉള്ളിടത്ത് ഒന്നും കൂടെ ബ്ലാക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ ഫീൽ വരും. ഓക്കെ, നമ്മൾ ഏകദേശം കാര്യങ്ങൾ ചെയ്തു. ഡോട്ട് ജോബാണ് എല്ലാം കൂടെ ഒരു ലെയർ ആക്കണം. വേണ്ട, നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് ഹ്യൂ ആൻഡ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടി ചെയ്ത ആ ലെയർ നമുക്കൊന്ന് മാറ്റാം. കളർ കൂടിയിട്ടുണ്ട്, ഓറഞ്ച്. ആദ്യത്തെ ചിത്രം നോക്കാം. ഇല്ല, ഓറഞ്ച് സെയിം തന്നെയാണ്. ഓക്കെ, നമ്മുടെ ചിത്രം ഇച്ചിരി ഒന്ന് പോപ്പായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് രണ്ടും കൂടെ നമുക്കൊരു ഗ്രൂപ്പ് ആക്കാം. DB2 എന്നും പറഞ്ഞിട്ട് കണ്ണിൻ്റെ ആണല്ലോ അത്. കണ്ണിൻ്റെ ഞാനെടുത്തു. ഓക്കെ, നമ്മൾ DB എടുത്തു. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ ആ ഡോട്ട് ജോൺ വേണം ചെയ്തതിൻ്റെ വ്യത്യാസം, ചിത്രത്തിൽ വന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കുറച്ചും കൂടി ഒന്ന് പോപ്പായിട്ടില്ലേ, ചെറിയ തോതിൽ. നമുക്കത് ഇച്ചിരി കൂടെ അഗ്രസീവായിട്ട് വേണമെങ്കിൽ ചെയ്യാം. കുറച്ചും കൂടെ നന്നായിട്ട് ഹൈലൈറ്റ്സ് പുറത്ത് കൊണ്ടുവരാം. ഡാർക്ക് ഇച്ചിരി കൂടെ ഡാർക്ക് ആക്കാം. ഒക്കെ ബേർഡ്സിൻ്റെ ആ ഫെദറിലൊക്കെ നോക്കിയാൽ ഇച്ചിരി കൂടെ ഡീറ്റെയിലിങ് വന്നിട്ടില്ലേ, കണ്ടോ? ഓക്കെ, ഇതാണൊരു വ്യത്യാസം. ഇനി നമുക്ക് നമ്മുടെ കണ്ണിലെ വ്യത്യാസം നോക്കാം. കണ്ണ് ഇച്ചിരിയും കൂടെ നന്നാക്കി കുറച്ചും കൂടെ പുറത്തേക്ക് നമ്മൾ കൊണ്ടുവന്നു ഡോട്ട് ജോൺ വഴി. നമ്മൾ ഹ്യൂ സാച്ചുറേഷൻ ലെയർ യൂസ് ചെയ്തത്, നമ്മളിപ്പം ഹ്യൂ സാച്ചുറേഷൻ ലെയർ ഇല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ കിട്ടത്തില്ല, എവിടെ ഇൻക്രീസ് ചെയ്യണം എവിടെ ഡിക്രീസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് പിടി കിട്ടും. അപ്പം നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഡോട്ട് ജോൺ കഴിഞ്ഞു. ഇനി നമുക്ക് ഹ്യൂ സാച്ചുറേഷൻ ലെയർ അങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫൈനൽ ഫോട്ടോ ഇതാണ്. നമ്മുടെ സ്റ്റാർട്ടിക് ഫോട്ടോ, ഫൈനൽ ഫോട്ടോ. മൈനർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, പക്ഷേ നിങ്ങളുടെ ഫോട്ടോയെ അത് പോപ്പ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്യൂട്ടോറിയൽ, എങ്ങനെ നല്ല രീതിയിൽ ഡോട്ട് ജോൺ ചെയ്യാം. അപ്പോൾ നന്ദകിഷോറിൻ്റെ ചിത്രത്തിന് നന്ദി. ഞാൻ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ നോക്കി ഏതാണ് ഇതിന് പറ്റിയ ഒരു ഫോട്ടോ എന്ന്. അപ്പോൾ ഫോട്ടോ അയച്ചു തന്നാൽ നന്ദകിഷോറിന് നന്ദി. സോറി, നിങ്ങളുടെ അനുവാദം ഇല്ലാതെയും കൂടെയാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ആക്ച്വലി ഒരു ഗെയിമിംഗ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് എഴുന്നേറ്റത്. പക്ഷേ പിന്നെ വിചാരിച്ചു കുറേ നാളായല്ലോ റീടച്ചിങ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റീടച്ചിങ് വീഡിയോ നമ്മൾ ചെയ്തു. അനുവാദം ഇല്ലെങ്കിൽ ജസ്റ്റ് പറയുക, നമ്മൾ അതിൻ്റെ മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തേക്കാം വീഡിയോയുടെ. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാരും നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പുതിയ വീഡിയോസിൻ്റെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.